ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 മാത്സിലെ 12th ചാപ്റ്ററായ ഗ്രാഫ്സ് ആൻഡ് ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ് എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം കേട്ടോ. ഓക്കെ, Now try these problems. ഇതാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നോക്കാം എന്താണ് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനല്ലേ. The graph below shows the number of cars a company manufactured in the past few years. എന്താണ് ഈ ഗ്രാഫ് കാണിക്കുന്ന എന്താണ്? കുറച്ച് കാറുകൾ അല്ലേ, ഒരു കമ്പനി ഉണ്ടാക്കിയ കാറുകളുടെ കഴിഞ്ഞ വർഷങ്ങളിൽ കുറച്ച് വർഷങ്ങളിലായിട്ട് മുമ്പ് ഉണ്ടാക്കിയ കാറുകളുടെ എണ്ണത്തിനെയാണ് എന്ത് ഈ ഗ്രാഫ് കാണിക്കുന്നത്. നോക്കൂ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഗ്രാഫ് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മലയാളം മീഡിയം ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, വർഷങ്ങളിൽ ഒരു കമ്പനി നിർമ്മിച്ച കാറുകളുടെ എണ്ണമാണ് എന്ത് ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇൻ വിച്ച് ഇയർ, അപ്പോൾ ഇതൊന്ന് നോക്കാം നമുക്ക്. ഇങ്ങനെയുള്ള 2017 ഇവിടെ നോക്കുക ഇയർ ആണ് കേട്ടോ, വർഷമാണ് ഉണ്ടാക്കുന്നത് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. ഈ ഇതിൽ ഇയേഴ്സ് എഴുതികളില്ലേ, വർഷമാണ് കേട്ടോ. ഇനി ഇതെന്താണ്? കാറുകളുടെ എണ്ണാണ്. കാർസ് കണ്ടോ, കാറുകളുടെ എണ്ണാണ് എന്ത് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഗ്രാഫ് നോക്കിയിട്ട് ആദ്യം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ എന്താ തന്നെ ആദ്യം എഴുതിയില്ല, അപ്പോൾ ഇയേഴ്സ് അവിടെ. അപ്പോൾ ഈ ഭാഗമൊക്കെ എന്താ ഇയേഴ്സിനെയാണ് ബാധിക്കുന്നത്, വർഷത്തെയാണ് എന്ത് കാണിക്കുന്നത്. ഇനി ഇവിടെ എന്താണ്? കാർ എന്ന് എഴുതി അല്ലേ, അതെന്താണ്? നമ്പർ ഓഫ് കാർസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, എത്ര കാറുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഓക്കെ, ഇനി 2018 ആണ് വർഷം അല്ലേ. 2018 എത്ര കാറുകൾ ഉണ്ടാക്കി? 13,000 ആണ് കാർ ഉണ്ടാക്കിയത്. 13,000 കാറുകൾ 2018 ഉണ്ടാക്കി അല്ലേ. ഇനി 2019 ഇവിടെ കണ്ടില്ല, ഇതിന്റെ മുകളിലുള്ള അത് എവിടെ ഏത് ലൈനിലാണോ വരുന്നത് അവിടെ നോക്കുക. അവിടെ നമ്പർ എത്രയാണ്? 14,500 അല്ലേ, 14,500 അല്ലേ. അത്രയും കാറുകളാണ് എന്ത് 2019 ഉണ്ടാക്കിയത് കമ്പനി അല്ലേ. ഇനി 2020 നോക്കൂ, 2020 എത്ര കാറുകളാണ് ഉണ്ടാക്കിയത്? അതിന് നേരെ ഇവിടെ നമ്പർ നോക്കൂ. 10,500 അല്ലേ, 10,500 അല്ലേ. 2020 10,500. ഞാൻ 2021 നോക്കൂ, എത്രയാണ്? ഇതിന്റെ മുകളിലത്തെ ഈ ലൈനിന് എവിടെയാണ് ടച്ച് ചെയ്ത് ആ ലൈൻ എത്ര നമ്പർ നോക്കുക കേട്ടോ. 12,000 അല്ലേ, 12,000 കാറുകളാണ് 2021 ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി 2022 2022 എത്ര കാറാണ്? ഇത് എവിടെയാണ് ടച്ച് ചെയ്ത്? ഈ ലൈനിൽ. ഈ ലൈൻ എത്ര എവിടെ പോകുന്നത്? 14,000 അല്ലേ, 14,000 ആണ് കാറുകളാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് 2022. ദെൻ 2023 നോക്കൂ, അതിനെ ടച്ച് ചെയ്ത ഈ ലൈൻ നോക്കുക, എവിടെ എത്രയാണ് നോക്കൂ? 12,500 അല്ലേ. അപ്പോൾ 2023 12,500 ആണ് കാറുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് ഇൻ വിച്ച് ഇയർ വാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് കാർസ് മെയ്ഡ്? ഹൗ മെനി കാർസ് വെർ മാനുഫാക്ചേർഡ്? എന്താണ് ഏറ്റവും കൂടുതൽ കാറുകൾ നിർമ്മിച്ചത് ഏത് വർഷമാണ് എന്ന്? ഏത് വർഷമാണ് ഏറ്റവും കൂടുതൽ കാറുകൾ നിർമ്മിച്ചത്? ഏത് വർഷമാണ് നോക്കൂ, ഏത് വർഷമാണ് നോക്കിയേ. ഇതിൽ കൂടുതൽ വരുന്ന ഏതാണ്? മോളത്തെ ഏറ്റവും വലിയത് എന്താ നോക്കരുത് അല്ലേ. അപ്പോൾ എത്രയാണ്? 2019 അല്ലേ. അപ്പോൾ 2019 എന്ത് കൂടുതൽ കാറുകൾ നിർമ്മിച്ചത് അല്ലേ. എത്ര കാറുകളാണ്? 14,500 കാറുകൾ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ 2019 വാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് കാർസ് മെയ്ഡ് ചെയ്തത് അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഹൗ മെനി കാർസ് വെർ മാനുഫാക്ചർ? എത്ര കാർസ് ആണ് മാനുഫാക്ചർ ചെയ്തത്? 14,500 അല്ലേ. അപ്പോൾ 14,500 ചെയ്ത് കേട്ടോ, 14,500. ഓക്കെ, അപ്പോൾ കാർസ് വെർ മാനുഫാക്ചർഡ് ചെയ്ത് കേട്ടോ, 14,500 കാർസ് വെർ മാനുഫാക്ചറിങ്. മലയാളത്തിലുള്ള എങ്ങനെ എഴുതും? 2019 എന്താ കൂടുതൽ കാറുകൾ നിർമ്മിച്ചത്. പിന്നെന്താണ്? എത്ര കാറുകളാണ്? 14,500 കാറുകളാണ് നിർമ്മിച്ചത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആൻഡ് വിച്ച് ഇയർ വാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് കാർസ് മാനുഫാക്ചേർഡ്? ഇനി ഏത് വർഷമാണ് കുറവ് കാർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്? ഹൗ മെനി കാർസ് വെർ മാനുഫാക്ചർ? എത്ര കാറുകളാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്? എന്താണ് ഏറ്റവും കുറവോ എത്ര കാറുകൾ അല്ലേ. ഏറ്റവും കുറവ് ഏതാണ്? എത്ര കാറുകളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാ? എത്ര? 2020 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം? 2020 വാസ് ദ 2020 ഇയർ വാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് കാർസ് മാനുഫാക്ചർ ചെയ്ത് കേട്ടോ. 2020 ഏറ്റവും കുറവ് അതിൽ കാണുന്നത് അല്ലേ. അപ്പോൾ 2020 ആണെന്ന് എഴുതുക കേട്ടോ. സെന്റൻസ് ആക്കി ചെയ്താൽ 2020 വാസ് ദ ഇയർ 2020 വാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് കാർസ് മാനുഫാക്ചർ എന്ന് എഴുതുക. ഓക്കെ, ദെൻ ഹൗ മെനി കാർസ് വെർ മാനുഫാക്ചർ? എത്ര കാറാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഈ ലൈനിൽ എവിടെ ടച്ച് ചെയ്യുന്നത്? അത് 10,500 അല്ലേ. അപ്പോൾ 10,500 കാർസ് വെർ മാനുഫാക്ചർ എന്ന് എഴുതുക കേട്ടോ. 10,500 cars were manufactured. Okay, then next അത് എഴുതട്ടോ നിങ്ങൾ. 10,500 cars were manufactured. Okay, 10,500 കാറുകളാണ് നിർമ്മിച്ചത് മലയാളക്കാർ. Then how many cars less than those made in 2018 were
made in 2023? എത്ര കാറുകൾ how many cars less than made in 2018 were made in 2023? എന്താണ് 2018 എത്ര കുറവാണ് 2023 നിർമ്മിച്ച കാറുകളുടെ എണ്ണം? 2018 എത്ര കുറവാണ് 2023 നിർമ്മിച്ച കാറുകളുടെ എണ്ണം എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ, 2018 എന്താണ് 2018 എത്ര കാർ നിർമ്മിച്ചു നോക്കുക, എന്നിട്ട് അതിന്ന് എന്താക്കുക 2023 എത്ര കാർ നിർമ്മിച്ചു നോക്കുക, അത് രണ്ടും കൂടി മൈനസ് ചെയ്യുക അല്ലെ. ഓക്കെ, അപ്പൊ എത്ര നോക്കുക നമുക്ക് 2018 ഇപ്പൊ 2018 എത്രയാണ് 13,000 അല്ലെ. ഇനി 2023 അല്ല ചോദിച്ചിരിക്കുന്നത്, അതാണ് 12,500 അല്ലെ. അപ്പൊ 13,000 മൈനസ് 12,500 ചെയ്യാം. അപ്പൊ ഇന്ന് കിട്ടും നമുക്ക് 500 അല്ലെ. 13,000 മൈനസ് 12,500 ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും 500. അപ്പൊ 500 കാർസ് ആണ് എന്ത് അവിടെ മെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. ദെൻ നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ നോക്കൂ, അടുത്ത അതാണ് കേട്ടോ. 500 കാറുകളാണ് കേട്ടോ മലയാളത്തിൽ എഴുതുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗ്രാഫ് ബിലോ ഷോസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കൺസ്യൂംഡ് ഡ്യൂറിംഗ് വേരിയസ് മന്ത്സ് ഓഫ് എ ഇയർ. ദ ഗ്രാഫ് ബിലോ ഷോസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കൺസ്യൂംഡ് ഡ്യൂറിംഗ് വേരിയസ് മന്ത്സ് ഓഫ് എ ഇയർ. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ആ ഒരു ഗ്രാഫാണ് അല്ലെ. ഇലക്ട്രിസിറ്റി നമ്മളെ കറണ്ട് ഉപയോഗത്തിന് എന്താണ് നമ്മൾ ഉപയോഗിച്ച കറണ്ടിന്റെ യൂണിറ്റിന്റെ വേരിയസ് മന്ത്, പല വർഷത്തെ ഒരു വർഷത്തിലെ പല മാസത്തിലുള്ള ഇലക്ട്രിസിറ്റിന്റെ യൂണിറ്റ് ആണ് എന്ത് അവിടെ തന്നിരിക്കുന്നത്. അതായത് ഒരു വർഷം ഒരു വീട്ടിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവാണ് കേട്ടോ. ഓക്കെ, ഒരു വർഷം ഒരു വീട്ടിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവാണ് എന്ത് ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ, ഇവിടെ നേരെ നോക്കുമ്പോൾ ഇത് മാസം മന്താണ് അല്ലെ. ഇതെന്താണ് വൈദ്യുതി യൂണിറ്റ് ആണ്, യൂണിറ്റിന്റെ അളവ് അല്ലെ. ഇത് ഓരോ മാസങ്ങളിൽ ജനുവരി ഫെബ്രുവരിയിലും മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ. ഇതെന്താണ് യൂണിറ്റ്, വൈദ്യുതി യൂണിറ്റ് ആണ് ഉണ്ടാക്കുന്നത് ഇവിടെ അല്ലെ. 250, 216, 270, 280 അങ്ങനെ പോയി 350 വരെ ഇതാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പം ജനുവരി ഫെബ്രുവരിയിൽ ഒരു എടുത്ത അളവ് എത്രയാണ്, ജനുവരി ഫെബ്രുവരിയിൽ എടുത്തത് 310 യൂണിറ്റ് ആണ് അല്ലെ. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ തന്ന ആ ഗ്രാഫ് നമ്മൾ എന്താക്കണം, ഒന്ന് വിശകലനം ചെയ്യണം. ആദ്യം നമ്മൾ എന്താണ് ഒന്ന് നോക്കുക, അതിനെന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആദ്യം എന്താക്കുക, ആ ഗ്രാഫ് നോക്കിയിട്ട് നമ്മളൊന്ന് എന്താണ് മനസ്സിലാക്കുക. അതിന് ശേഷമാണ് ഇത് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് ആൻസർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ജനുവരി ഫെബ്രുവരിയിൽ എന്താണ് 310 യൂണിറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മാർച്ച് ഏപ്രിലിൽ എത്രയാണ് യൂണിറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കിയാൽ 340 യൂണിറ്റ് ആണ് മാർച്ച് ഏപ്രിലിൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. ദെൻ മെയ് ജൂണിൽ എത്ര യൂണിറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് 330 യൂണിറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ജൂലൈ ഓഗസ്റ്റ് ആ മോളത്തെ ആ ഇതില്ലേ, ആ തട്ടിക്കുന്ന ഈ കളറിനെ തട്ടിക്കുന്ന ഈ ലൈന് എത്രയാണോ നോക്കുക, അത്രയും യൂണിറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് നോക്കണ്ടത്. ഓക്കെ, ഈ ലൈൻ തട്ടുന്ന ഈ ലൈനിലല്ലേ, ഈ ലൈൻ എത്ര നമ്പർ നോക്കിയാൽ 300 കണ്ടോ, ഈ എത്തത് കണ്ടോ 300. ആ 300 ആണ് എന്ത് ഇവിടെ വരുന്നത് ജൂലൈ ഓഗസ്റ്റ് യൂണിറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് 300 യൂണിറ്റ്. ഇനി സെപ്റ്റംബർ ഒക്ടോബറിൽ ഉപയോഗിച്ചിരിക്കുന്ന യൂണിറ്റ് എത്രയാണ്, ഇവിടുന്ന് നമ്മൾ നോക്കുക ലൈൻ തട്ടിയിരിക്കുന്നത് ഈ ലൈനിലല്ലേ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ പോയി നോക്കുക, ഇതിലാണ് 219 അല്ലേ. 219 ഇത് സെപ്റ്റംബർ ഒക്ടോബറിൽ ഉപയോഗിച്ച യൂണിറ്റ് അല്ലേ. ഇനി നവംബർ ഡിസംബറിലും സെയിം യൂണിറ്റ് തന്നെ അല്ലേ, 219 യൂണിറ്റ് തന്നെയാണ് നവംബർ ഡിസംബറിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇൻ വിച്ച് മന്ത് വാസ് ദ മാക്സിമം ഇലക്ട്രിസിറ്റി യൂസ്ഡ്? ഏത് മാസത്തിലാണ് കൂടുതൽ യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചത് ഏത് മാസങ്ങളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് മാസങ്ങളിലാണ് നമുക്ക് കൂടുതൽ വലിയത് ഏതാണ്, മാർച്ച് ഏപ്രിൽ അല്ലേ. അപ്പൊ മാർച്ച് ഏപ്രിൽ നമ്മൾ എഴുതണം കേട്ടോ. എന്താണ് മാർച്ച് ഏപ്രിൽ എന്ന് എഴുതുക. ഓക്കെ, മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് എന്ത് കൂടുതൽ യൂണിറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, മാർച്ച് ഏപ്രിൽ എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താണ്, ഇൻ വിച്ച് മന്ത് വാസ് ഇറ്റ്സ് മിനിമം? ഏത് മാസമാണ് മിനിമം ഉപയോഗിച്ചിരിക്കുന്നത്, കുറവ് ഉപയോഗിച്ചിരിക്കുന്നത്? ഏറ്റവും കുറവ് ഏത് മാസങ്ങളിലാന്നാ ചോദിച്ചത്. നോക്കൂ ഗ്രാഫിൽ നോക്ക്, ഏറ്റവും കുറവ് ഏതിലാണ് നോക്ക്, ഏറ്റവും കുറവ് ഏതിലാ, ഇത് രണ്ടും തന്നെ കുറവില്ലേ. അപ്പൊ ഏതാ, സെപ്റ്റംബർ ഒക്ടോബറും നവംബർ ഡിസംബർ അല്ലേ. അപ്പൊ നമ്മൾ എന്താക്കുക, സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ എഴുതുക കേട്ടോ. ദ മന്ത് ഇൻ സെപ്റ്റംബർ ഒക്ടോബർ ആൻഡ് നവംബർ ഡിസംബർ. ഓക്കെ, അപ്പൊ എഴുതുമ്പോൾ എങ്ങനെ എഴുതാ, സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ was the minimum. Okay, then what is the difference between maximum and minimum? എന്താണ് ഈ മാക്സിമം മിനിമം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഏറ്റവും കൂടുതലും ഏറ്റവും കുറവും തമ്മിൽ എത്ര യൂണിറ്റ് വ്യത്യാസമുണ്ട് എന്ന്.
അപ്പൊ ഏറ്റവും കൂടുതൽ എത്രയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? 340 അല്ലേ? 340. ഏറ്റവും കുറവോ 290 അല്ലേ? അപ്പൊ 340 290 മൈനസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 340 ഏറ്റവും മാക്സിമം ഇവിടെ കിടക്കുന്നത്. ഏറ്റവും കുറവുള്ളത് ഏത് മാസമാണ്? ഇത് രണ്ടുമാണ്, പക്ഷെ ഇതിലൊന്നും എടുത്താൽ മതി. ഓക്കെ, അപ്പൊ സെപ്റ്റംബർ, ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ, ഡിസംബർ ഏതാണ്? അതിൽ കുറവുള്ള 290 അത് നോക്കിയാൽ മതി. അപ്പൊ 290 ആണ് ഏറ്റവും കുറവും, ഏറ്റവും മാക്സിമം 340 ആണ് അല്ലേ? അപ്പൊ 340 290 നമുക്ക് കുറച്ചാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 50 കിട്ടും അല്ലേ? 340 290 കുറച്ച് എന്താ കിട്ടുക? 50 കിട്ടുക. അപ്പോൾ 50 യൂണിറ്റ്സ് ആണ് എന്ത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 50 യൂണിറ്റ്സ് എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് ഡിഫറൻസ് ചെയ്താൽ 50 യൂണിറ്റ്സ് കിട്ടും കേട്ടോ. 50 യൂണിറ്റിന് എഴുതാം. ദെൻ നെക്സ്റ്റ്, ആർ ദർ എനി മന്ത് ഇൻ വിച്ച് ദ സെയിം യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി വാസ് യൂസ്ഡ്? എന്താ ചോദിച്ചിരിക്കുന്നത്? ഏതെങ്കിലും മാസങ്ങളിൽ സെയിം യൂണിറ്റ് ഉപയോഗിച്ച മാസം ഉണ്ടോ അല്ലേ? സെയിം യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച മാസം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരേ അളവ് വൈദ്യുതി ഉപയോഗിച്ച മാസങ്ങളുണ്ടോന്ന് ഇല്ലേ? ഉണ്ട് അല്ലേ? ഏതാണ്? സെപ്റ്റംബർ, ഒക്ടോബറും നവംബർ, ഡിസംബറും അല്ലേ? അപ്പോൾ താഴെ എന്ത്? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് ചെയ്തിട്ട് ഒരേ യൂണിറ്റ് ഉപയോഗിച്ച മാസം ഉണ്ടോ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ്? സെപ്റ്റംബർ, ഒക്ടോബർ ആൻഡ് നവംബർ, ഡിസംബർ എന്ന് ചെയ്ത് കേട്ടോ. ഓക്കെ, സെപ്റ്റംബർ, ഒക്ടോബർ ആൻഡ് നവംബർ, ഡിസംബർ ചെയ്യുക. ദെൻ നെക്സ്റ്റ്, വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് യൂസ്ഡ് ഇൻ ദിസ് ഹോൾ ഇയർ? അങ്ങനെയാണെങ്കിൽ ഈ വർഷം മൊത്തം ഉപയോഗിച്ച യൂണിറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഈ വർഷം ആകെ എത്ര യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചതെന്ന്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാം എടുത്ത് കൂട്ടുക ചെയ്യേണ്ടത്, എല്ലാം കൂടി എടുത്ത് പ്ലസ് ചെയ്യുക. അപ്പം നമുക്കറിയാം എന്താ ഇത്? ജനുവരി, ഫെബ്രുവരിയിൽ 310 ആണ് അല്ലേ? മാർച്ച്, ഏപ്രിലിൽ 314 ആണ്. മെയ്, ജൂണിൽ 330 ആണ്. ജൂലൈ, ഓഗസ്റ്റിൽ 300 ആണ്. സെപ്റ്റംബർ, ഒക്ടോബറിൽ 290 ആണ്. നവംബർ, ഡിസംബറിൽ 290 ആണ് അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടി എടുത്ത് പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലസ് ചെയ്യുക. എന്നിട്ട് ആൻസർ എത്ര കിട്ടുന്നത്? അതാണ് എന്ത്? ഈ വർഷം മൊത്തം ഉപയോഗിച്ച യൂണിറ്റ് അല്ലേ? ഇലക്ട്രിസിറ്റീൻ്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് അല്ലേ? അപ്പോൾ ആ വർഷത്തിലുള്ള എല്ലാ മാസത്തെയും യൂണിറ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ നോക്കുക എല്ലാം ശരിയാണോ എന്നുള്ളത് കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്താക്കുക? എല്ലാം കൂടി പ്ലസ് ചെയ്യുക. അപ്പോൾ 0 + 0 0 എന്താ? 0 തന്നെ അല്ലേ? ഇനി 1 + 4 എത്ര? 5 5 + 3 എത്ര? 8 8 + 9 എത്രയാണ്? 8 + 9 17 അല്ലേ? 17 + 9 എത്രയാണ്? 17 + 9 26 അല്ലേ? അപ്പോൾ 6 ഇവിടെ എഴുതുക. 2 ബാലൻസ് 3 3 എത്ര? 6 6 + 3 9 9 + 3 12 12 + 2 14 14 + 2 16 16 + 2 18 അല്ലേ? അപ്പോൾ എത്ര കിട്ടുക? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1816 കിട്ടി അല്ലേ? ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് വെർ യൂസ്ഡ് ഇൻ ദിസ് ഹോൾ ഇയർ ഈസ് എത്രയാ? 1816 യൂണിറ്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കൂ. മലയാളത്തിൽ എന്താ ചെയ്തുക? 1860 രൂപയാണെന്ത് ഈ വർഷം മൊത്തം ഉപയോഗിച്ച യൂണിറ്റ് എന്ന് പറഞ്ഞു എഴുതുക അല്ലേ? 1860 യൂണിറ്റ് ആണ് എന്ത് ഈ വർഷം മൊത്തം ഉപയോഗിച്ചത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കൂ. ദ ഗ്രാഫ് ഷോസ് എന്താണ്? ദ ഗ്രാഫ് ബിലോ ഷോസ് ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ ക്ലാസ് 1 to 7 ഇൻ എ സ്കൂൾ. ഈ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. താഴെ എന്താണ് അവിടെ? നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ക്ലാസ് 1 to 7 ഒരു സ്കൂളിലുള്ള 1 മുതൽ 7 വരെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണമാണിത് താഴെ തന്നിരിക്കുന്നത്. എന്താണ്? ഒരു സ്കൂളിലെ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ബോയ്സിനെയും ഗേൾസിനെയും എണ്ണമാണ് ചുവടെയുള്ള ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ബോയ്സ് അല്ലേ? ബോയ്സ് ആണ് ഈ കളറിൽ വരുന്നത് അല്ലേ? ഈ ലൈറ്റ് കളറിൽ എന്താണ്? ബോയ്സിന്റെ എണ്ണമാണ് എന്താ കാണിക്കുന്നത്. നമ്മൾ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്താണ്? നമ്മൾ ഏത് കളറിനെ ആരെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ സൈഡിൽ ഇങ്ങനെ കളർ ചെയ്യും കേട്ടോ. അപ്പൊ നോക്കൂ, 2 കളർ ഇതിൽ കാണിക്കുന്നുണ്ട് അല്ലേ? ഒന്ന് ഒരു ലൈറ്റും ഒന്ന് ഡാർക്കും ആണ് കാണിക്കുന്നത് അല്ലേ? അപ്പൊ ഈ ലൈറ്റ് കളറിനെ സൂചിപ്പിക്കുന്ന ഏതാണെന്ന് അവിടെ തന്നിട്ടുണ്ട് അല്ലേ? ലൈറ്റ് കളറിന്റെ ബോയ്സിനെയും ഈ ഡാർക്ക് കളറിനെ സൂചിപ്പിക്കുന്ന ഗേൾസിനെയും തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ ലൈറ്റ് കളറിനെ ഇവിടെ എന്താണ്? പിന്നെ നമ്പർ ഓഫ് ഗേൾസ്, ഇത് സ്റ്റുഡൻസിന്റെ എണ്ണമാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഗേൾസും ബോയ്സും. ഓക്കെ, അപ്പോൾ നോക്കൂ, 1ാം ക്ലാസ്സിൽ ഈ ലൈറ്റ് കളർ ബോയ്സ് അല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബോയ്സിന്റെ എണ്ണം എത്രയാണ്? 45 ആണ് അല്ലേ? പിന്നെ 1ാം ക്ലാസ്സിൽ മറ്റേ ഡാർക്ക് കളർ ഗേൾസിനെ അല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ ഗേൾസിന്റെ എണ്ണം 65 ആണ് അല്ലേ? അപ്പോൾ 1ാം ക്ലാസ്സിൽ ബോയ്സിന്റെ എണ്ണം 45, ഗേൾസിന്റെ എണ്ണം 65 ആണ്. ദെൻ 2ാം ക്ലാസ്സിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ബോയ്സിന്റെ എണ്ണം എത്രയാണ്? 60യും ഗേൾസിന്റെ എണ്ണം എത്രയാണ്? 65 ആണ് അല്ലേ? ദെൻ 3ാം ക്ലാസ്സിൽ ബോയ്സിന്റെ എണ്ണം എത്രയാണ്?
75ഉം ഗേൾസിന്റെ എണ്ണം എന്താണ് 70 ആണ് അല്ലെ. ദെൻ നെക്സ്റ്റ് നോക്കൂ, 4ാം ക്ലാസ്സിൽ ബോയ്സിന്റെ എണ്ണം 55ഉം ഗേൾസിന്റെ എണ്ണം എത്രയാണ് 70 ആണ് അല്ലെ. ദെൻ നെക്സ്റ്റ് നോക്കൂ, 5th സ്റ്റാൻഡേർഡില് ബോയ്സിന്റെ എണ്ണം എത്രയാണ് 90ഉം ഗേൾസിന്റെ എണ്ണം എത്രയാണ് 100ഉം ആണ് അല്ലെ. ദെൻ നെക്സ്റ്റ് നോക്കൂ, 6th സ്റ്റാൻഡേർഡില് എന്താണ് ഗേൾസിന്റെ എണ്ണം ബോയ്സിന്റെ എണ്ണം അല്ലെ, ലൈറ്റ് കളർ ബോയ്സ് അല്ലേ, ബോയ്സിന്റെ എണ്ണം 110ഉം ഗേൾസിന്റെ എണ്ണം എത്രയാണ് 150 ആണ് അല്ലെ 6th സ്റ്റാൻഡേർഡില്. ദെൻ നെക്സ്റ്റ് നോക്കൂ, 7th സ്റ്റാൻഡേർഡില് ബോയ്സിന്റെ എണ്ണം എത്രയാണ് 85ഉം ഇനി ബോയ്സിന്റെ എണ്ണാണ് എന്ത് 85 അല്ലെ, ഗേൾസ് ആണ് ഡാർക്ക്, അപ്പൊ ഗേൾസിന്റെ എണ്ണം എന്താണ് 95. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല. ടീച്ചർ ഇങ്ങനെ പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആക്കുക കേട്ടോ. നോക്കൂ, ഇത് നമുക്ക് സിമ്പിൾ ആണ്. അപ്പൊ ഇതൊന്ന് നോക്കുക, അവിടെ തന്നിട്ടുണ്ട് അല്ലെ, ഗ്രേ ആണോ ഡാർക്ക് ആണ്, എന്താണ് ലൈറ്റ് കളർ ആണെങ്കിൽ എന്താണ് ബോയ്സ് ആണ്, ഡാർക്ക് കളർ ആണെങ്കിൽ ഗേൾസ് ആണ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും അല്ലെ. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്താണ് ഇത് നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു ഇത് നമുക്ക് മനസ്സിലാക്കി അല്ലെ. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഇൻ വിച്ച് ക്ലാസ് ഹാസ് മോർ ബോയ്സ് ദാൻ ഗേൾസ്? എന്താണ് ഏത് ക്ലാസ്സിലാണ് ഗേൾസിൻ്റെയും ബോയ്സ് കൂടുതലുള്ളത് അല്ലെ. വാട്ട് ഈസ് ദ ഡിഫറൻസ്? അതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് ക്ലാസ്സിലാണ് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ ഉള്ളത്? ബോയ്സിന്റെ എന്താണ് പെൺകുട്ടികളേക്കാൾ എന്താണ് ആൺകുട്ടികൾ ഏത് ക്ലാസ്സിലാണ് ഉള്ളത് അല്ലെ. അപ്പം പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ ഉള്ളത്, അപ്പൊ ആൺകുട്ടികളുടെ എണ്ണമാണ് കൂടുതൽ വരുന്നത് അല്ലെ. നോക്കൂ, ഈ ഗ്രാഫില് എന്താണ് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ ഉള്ളത് അല്ലെ. അപ്പൊ ആൺകുട്ടികളുടെ ഗ്രാഫാണ് എന്താക്കേണ്ടത് വലുതായി നിൽക്കേണ്ടത് അല്ലെ. അപ്പൊ ഇതിൽ ഏതാണ് ആൺകുട്ടികളുടെ ഗ്രാഫ് വലുതായി നിൽക്കുന്നത്? നോക്കൂ, ഇത് അവിടെ അല്ലെ, ഒന്നിത്, വേറെ എവിടെയുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഇതാണ് അല്ലെ. അപ്പൊ ഏത് ക്ലാസ്സിലാണ്? 3rd സ്റ്റാൻഡേർഡിൽ അല്ലെ, 3ാം ക്ലാസ്സിൽ അല്ലെ. അപ്പൊ 3rd സ്റ്റാൻഡേർഡിലാണ് എന്ത് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ ഉള്ളത് അല്ലെ. എത്ര കൂടുതലാ നോക്കൂ, ഇവിടെ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ് 70 ആണ്, ആൺകുട്ടികളുടെ എണ്ണം 75 ആണ് അല്ലെ. അപ്പൊ 75 70 കുറച്ച് എത്രയാ 5 അല്ലെ. അപ്പൊ 5 കൂടുതൽ അല്ലെ. അപ്പൊ ബോയ്സിലേറ്റാണ് ഗേൾസ് ഉള്ളത് ഏതിലാണ് നോക്കൂ, ഇതാണ് ഏതാ ബോയ്സ് ഉള്ളത് ആണ്, ആ ഗ്രാഫാണ് വലുതായി നിൽക്കുക അല്ലെ. ഗേൾസിന്റെ ഏറ്റവും കൂടുതലുള്ളതാ ഇത് 3 അല്ലെ. വേറെ എവിടെയും ഇല്ലല്ലോ നോക്കൂ, ഇല്ല അല്ലെ. അപ്പോൾ ഏത് സ്റ്റാൻഡേർഡ്? അത് 3rd സ്റ്റാൻഡേർഡ് അല്ലെ. അപ്പോൾ സ്റ്റാൻഡേർഡ് 3 അല്ലെ ഹാസ് മോർ ബോയ്സ് ദാൻ ഗേൾസ് എന്ന് എഴുതുക. എത്ര ഡിഫറൻസ്? എത്ര ഗേൾസ് ഉള്ളത് എത്ര ബോയ്സ് ഉള്ളത്? ബോയ്സ് 75ഉം ഗേൾസ് 70 ആണ് അല്ലെ. നോക്കൂ, ഇത് ഈ ബോയ്സിന്റെ എണ്ണം നോക്കൂ, എത്ര 75, ഗേൾസിന്റെ എണ്ണം എത്രയാണ് 70. അപ്പൊ 75 മൈനസ് 70 ചെയ്യുക, അപ്പൊ 5 അല്ലെ. അപ്പൊ 5 എന്താണ് 5 എന്ന് എഴുതുക കേട്ടോ. 5 is the difference എന്ന് എഴുതുക. The next question എന്താണ്? In which class is the difference between the number of girls and boys the most? In which class is this the least? അപ്പൊ ഏത് ക്ലാസ്സിലാണ് നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലുള്ളത്? ഏത് ക്ലാസ്സിലാണ് ലീസ്റ്റ് ഉള്ളത് എന്നാണ് കുറവുള്ളത്. അപ്പൊ അങ്ങനെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതൽ ഏത് ക്ലാസ്സിലാണെന്ന്. അപ്പൊ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണം തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതൽ ഏത് ക്ലാസ്സിലാണ്, ഏറ്റവും കുറവാന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താക്കണം, ഇതിന്റെ ആദ്യം ഒരു ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ച് നോക്കാം അല്ലെ. അപ്പം ഏറ്റവും വലിയ ഡിഫറൻസ് 1ാം ക്ലാസ്സിൽ നോക്കിയ ഗേൾസിന്റെ എണ്ണം 65ഉം ബോയ്സിന്റെ എണ്ണം 45ഉം അല്ലേ. നമുക്ക് ഗ്രാഫ് തന്നെ നോക്കി മനസ്സിലാക്കാൻ കഴിയില്ലേ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ഉള്ളത്. ഇവിടെ നോക്കൂ, ഡിഫറൻസ് ഇപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് 5 ആണ്. ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് 10 ആണ്. ഇവിടുത്തെ ഡിഫറൻസും 10 തന്നെയാണ്. ഇവിടുത്തെ ഡിഫറൻസ് പറയുമ്പോൾ എത്രയാണ് 10 15 ആണ് അല്ലേ. പിന്നെ ഇവിടുത്തെ ഡിഫറൻസ് പറയുന്നത് 5 ആണ്. ഇവിടുത്തെ ഡിഫറൻസ് 5. ഇവിടുത്തെ ഡിഫറൻസ് 5 10 15 20 അല്ലേ. അപ്പോൾ ഏത് ക്ലാസ്സിലാണ് 1 അല്ലേ. ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ഉള്ളത് എന്താ സ്റ്റാൻഡേർഡ് 1ലാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സ്റ്റാൻഡേർഡ് 1 ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ദ മോസ്റ്റ് അല്ലേ. ഇനി കുറവുള്ള ഏതാണ്, ഇനി കുറവുള്ളത് നോക്കൂ, കുറവുള്ളത് ഇവിടെ കുറേ വരുന്നുണ്ട് അല്ലേ. ഇത് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൽ കൂടുതലുള്ളത് അല്ലേ. ഇനി ഇത് നമുക്ക് ആദ്യം എഴുതി കാണിച്ചു തരാം. ഇങ്ങനെ നോക്കിയാലും മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതാ 65 45 കുറച്ച് എത്രയാണ് 20 അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ് അല്ലേ. അപ്പോൾ ഇത് 20 എന്ന് എഴുതാം. നമുക്ക് ഡിഫറൻസ് പറഞ്ഞു തരാനാ കേട്ടോ, ഇനി മനസ്സിലാക്കാൻ വേണ്ടി എഴുതുക. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്, ഇത് 65 60 കുറച്ച് എത്രയാണ് 5 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് 5 എന്ന് എഴുതി.
ഓക്കെ, ഡിഫറൻസ് ആട്ടെ അവിടെ ഇരുന്ന്. ഇനി ഇവിടുത്തെ ഡിഫറൻസ് തേർഡ് സ്റ്റാൻഡേർഡിലെ ഡിഫറൻസ് അറിയാം എത്രയാണ്? 75 70 കുറച്ച് എത്രയാണ്? 5 അല്ലേ? അങ്ങനെ എഴുതണമെന്നില്ല, ഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ടീച്ചർ എഴുതി തരുന്നതാണ് കേട്ടോ. ഇനി ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഡിഫറൻസ് എത്രയാണ്? നോക്കൂ, 70 55 കുറയ്ക്കുക അല്ലേ? അപ്പോൾ 55 70 55 കുറച്ച് എത്രയാണ്? 15 അല്ലേ? 15 വരിക. ഇവിടെ എഴുതാം, ഇത് ഡിഫറൻസ് ആട്ടോ എഴുതുന്നത്. ഓക്കെ, ദെൻ ഇനി ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലോ ഡിഫറൻസ് എത്രയാണ്? 100 90 കുറച്ച് എത്രയാ? 10 കിട്ടും അല്ലേ? അപ്പോൾ 10 എന്ന് എഴുതുക. നെക്സ്റ്റ് സിക്സ് സ്റ്റാൻഡേർഡിന് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ബോയ്സിന്റെ എണ്ണവും ഗേൾസിന്റെ എണ്ണവും. ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 115 അതുപോലെ ബോയ്സിന്റെ എണ്ണം 110 അല്ലേ? അപ്പൊ 115 110 കുറച്ച് എത്രയാണ്? 5 അല്ലേ? അപ്പോൾ 5 എന്ന് കിട്ടിയതിന്റെ ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് സെവൻത്ത് സ്റ്റാൻഡേർഡിൽ ഗേൾസിന്റെ എണ്ണം എത്രയാണ്? 95 ബോയ്സിന്റെ എണ്ണം 85 അല്ലേ? അപ്പൊ 95 85 കുറച്ച് എത്രയാണ് കിട്ടിയത്? 10 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ അതിൽ കൂടുതൽ ഡിഫറൻസ് വരുന്നത് ഏതാണ്? ഈ 20 ആണ് അല്ലേ? അതാണ് നമ്മൾ ഫസ്റ്റ് എഴുതിയത്. ക്ലാസ് സ്റ്റാൻഡേർഡ് 1 ഈസ് ദ മോസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ് എഴുതി അല്ലേ? ഇനി അതിൽ ഏറ്റവും കുറവ് വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് ഏതൊക്കെയാണ്? ഏറ്റവും കുറവ് വരുന്നത് ഈ 5 അഞ്ചുകളല്ലേ? വേറെ ഇല്ലല്ലോ, 5 കുറവില്ലല്ലോ, ഇല്ല അല്ലേ? അപ്പോൾ ഏതൊക്കെയാ? ക്ലാസ് 2 ക്ലാസ് 3 ക്ലാസ് 6 അല്ലേ? ഈ 3 ക്ലാസ്സുകളിലാണ് ഡിഫറൻസ് കുറവ് വരുന്നത് അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് 2 സ്റ്റാൻഡേർഡ് 3 സ്റ്റാൻഡേർഡ് 6 അല്ലേ? സ്റ്റാൻഡേർഡ് 2 സ്റ്റാൻഡേർഡ് 3 ആൻഡ് സ്റ്റാൻഡേർഡ് 6 ആർ ദ ലീസ്റ്റ് നമ്പർ ഡിഫറൻസ് ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ് എഴുതുക. ഓക്കെ, അപ്പോൾ മലയാളക്കാർ എങ്ങനെ എഴുതും? 1-ാം ക്ലാസ്സുകാരാണ് ഏറ്റവും കുറവ് അല്ല കൂടുതലുള്ള അല്ലേ? അവർ തമ്മിലുള്ള വ്യത്യാസം ആൺകുട്ടികളും പെൺകുട്ടികളും കൂടുതൽ വ്യത്യാസമുള്ളത് 1-ാം ക്ലാസ്സിലാണെന്ന് എഴുതുക. ഏറ്റവും കുറവ് എഴുതുക 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലുമാണെന്ത് ഏറ്റവും കുറവ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം കുറവുള്ളത് എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ ഓൾ ദീസ് ക്ലാസ്സസ് ടുഗദർ? അപ്പൊ ഈ ക്ലാസ്സുകളിലെല്ലാം കൂടി എത്ര പെൺകുട്ടികൾ ഉണ്ട് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ ക്ലാസ്സുകളെല്ലാം കൂടി 1-ലും 2-ലും 3-ലും 4-ലും 5-ലും 6-ലും 7-ലും കൂടി എത്ര പെൺകുട്ടികളുണ്ട്? എല്ലാം കൂടി കൂടിയിട്ട് എന്താണ്? ഈ ക്ലാസ്സുകളിലെല്ലാം കൂടി എത്ര പെൺകുട്ടികളുണ്ട് എന്നാ ചോദിച്ചത്. അപ്പൊ നമുക്ക് എന്താക്കുക? പെൺകുട്ടികളുടെ എണ്ണം ആദ്യം എഴുതാം അല്ലെ? ഇവിടെ എത്ര പെൺകുട്ടികളുണ്ട്? ഇവിടെ 65 അല്ലേ? അപ്പൊ നമുക്ക് എന്താക്കുക? പെൺകുട്ടികളുടെ എണ്ണം അല്ലെ? ഗേൾസ് നമ്പർ ഓഫ് ഗേൾസ് ഇസ് ഈക്വൽ ടു പറഞ്ഞിട്ട് നമുക്ക് എന്താക്കുക? അവിടെ എഴുതുക അല്ലെ? ഇവിടെ എത്ര പെൺകുട്ടികളുടെ എണ്ണം? ഇവിടെ 65 അല്ലെ? അപ്പൊ ഇവിടെ 65 പ്ലസ് പിന്നെ എത്രയാണ്? ഇവിടെ എത്രയുള്ളത്? 2 ക്ലാസ് 2-ൽ 65 ആണ് അല്ലേ? പിന്നെ ക്ലാസ് 3-ൽ 70. പിന്നെ ഗേൾസിന്റെ എണ്ണം മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ക്ലാസ് 4-ൽ 70. പിന്നെ ക്ലാസ് 5-ൽ എത്രയാണ്? 100 എല്ലാം കൂടി പ്ലസ് ചെയ്യുക അല്ലേ? പിന്നെ ക്ലാസ് 6-ൽ എത്രയാണ്? 115. ഇനി ക്ലാസ് 7-ൽ എത്രയാണ്? 95. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്താൽ ഗേൾസിന്റെ മൊത്തം എണ്ണം കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മളെല്ലാതും കൂടി ആഡ് ചെയ്ത് അല്ലേ? അപ്പോൾ എന്താണ്? 65 അല്ലേ? അപ്പോൾ ക്ലാസ് 1-ൽ 65 ആണ്, ക്ലാസ് 2-ലും 65 ആണ്, അതോടെ എഴുതി. പിന്നെ ക്ലാസ് 3-ൽ 70 ആണ്, ക്ലാസ് 4-ലും 70 ആണ്, ക്ലാസ് 5-ൽ എത്രയാണ്? 100 ആണ് അല്ലേ? ഗേൾസിൻ്റെ എണ്ണമാണ്. പിന്നെ എന്താണ്? ക്ലാസ് 6-ൽ 115 ആണ്. പിന്നെ ക്ലാസ് 7-ൽ എത്രയാണ്? 95 ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ പ്ലസ് ചെയ്യലും കൂടി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. നമുക്ക് 5 + 5 10 10 + 5 15 15 + 5 എത്ര? 20 അല്ലേ? അപ്പോൾ 0 ഇവിടെ ചെയ്ത് 2 ബാലൻസ്. പിന്നെ 6 + 6 12 12 + 7 എത്രയാണ്? 19 19 + 7 എത്രയാണ്? 26 26ഉം പിന്നെ 26ഉം പിന്നെ 9ഉം 1 10 അല്ലേ? അപ്പോൾ 26ഉം 37 അല്ലേ? 37 2 അവിടെ കൊടുക്കില്ല, ബാലൻസ് ഇല്ല ഇനി. അപ്പോൾ 37 30 39 അല്ലേ? ഓക്കെ, 3 ബാലൻസ് പിന്നെ 3 4 5 അല്ലേ? അപ്പോൾ 5 എന്നാണ് ഇത് അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഗേൾസിൻ്റെ എണ്ണം 580 എന്ന് കിട്ടി അല്ലേ? ഓക്കെ, ഇതാണിത്. എല്ലാ സ്കൂളിലുള്ള മൊത്തം ക്ലാസ്സിലുള്ള പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 580 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? മൊത്തം സ്കൂളിലുള്ള മൊത്തം കുട്ടികളുടെ എണ്ണം ചോദിച്ചിരിക്കുന്നത്. ആകെ എത്ര കുട്ടികളുണ്ട് സ്കൂളിൽ? 7 ക്ലാസ് ഉണ്ട്. ആ 7 ക്ലാസ്സിലും കൂടി എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പെൺകുട്ടികളുടെ എണ്ണം അറിയാം അല്ലെ? ഇനി ആൺകുട്ടികളുടെ എണ്ണം അതേപോലെ തന്നെ കണ്ടുപിടിച്ചിട്ട് എന്താണ്? പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണം കൂടി അങ്ങോട്ട് കൂട്ടിയാൽ മതി അല്ലെ? അതാണ് മൊത്തം കുട്ടികളുടെ എണ്ണം. അപ്പൊ നമ്പർ ഓഫ് ബോയ്സിന്റെ ആണ് നോക്കും നമ്മൾ അല്ലെ? അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് 1-ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 45 അല്ലെ? 2-ാം ക്ലാസ്സിലോ 60. 3-ാം ക്ലാസ്സിൽ എത്ര ഉണ്ട്? 75. 4-ാം ക്ലാസ്സിൽ എത്ര ഉണ്ട്? 55. 5-ാം ക്ലാസ്സിലോ 5th സ്റ്റാൻഡേർഡിൽ എത്രയാണ്? 90 അല്ലേ? പിന്നെ 6th സ്റ്റാൻഡേർഡിൽ എത്രയാണ്? 110 അല്ലേ? പിന്നെ 7th സ്റ്റാൻഡേർഡിൽ എത്ര ബോയ്സ് ഉണ്ട്?
85 അല്ലേ. ഇതെല്ലാം കൂടി നമുക്ക് പ്ലസ് ചെയ്തിട്ട് പ്ലസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ എഴുതി ആദ്യം അല്ലേ. ഇനി എന്താക്കുക, ഇതെല്ലാം കൂടി കൂട്ടുക അല്ലേ. അപ്പോൾ 5 + 5 10, 10 + 5 15, 15 + 5 എത്രയാണ് 20 അല്ലേ. 0 ഇട്ടു, 2 ബാലൻസ്. പിന്നെന്താണ് 4 + 6 10, 10 പ്ലസ് ആ ബാലൻസ് കൂട്ടുകയാണ്. 10 + 2 12, 12 + 7 എത്രയാണ് 19, 19 + 5 എത്രയാണ് 24, 24 + 9 എത്രയാണ് 33, 33 + 1 34, 34 + 8 എത്ര 42 അല്ലേ. 2 ഇവിടെ എഴുതി, 4 ബാലൻസ്, പിന്നെ 4 + 1 5 അല്ലേ. അപ്പോൾ എത്ര കിട്ടും? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 520 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താ നമ്പർ ഓഫ് ഗേൾസിൻ്റെ എണ്ണം കിട്ടി, നമ്പർ ഓഫ് ബോയ്സിൻ്റെ എണ്ണം കിട്ടി അല്ലേ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഗേൾസിൻ്റെ എണ്ണവും ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസിൻ്റെ എണ്ണവും ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സിൻ്റെ എണ്ണം കൂടി പ്ലസ് ചെയ്യുക അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുക 518 + 520 എന്ന് എഴുതുക. നിങ്ങൾ എന്താക്കുക, ഇതൊക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെയാണ് എഴുതേണ്ടത് കേട്ടോ. എനിക്ക് താഴെ ചെയ്ത് അവിടെ സ്ഥലം ഇല്ലാത്ത അല്ലെങ്കിൽ ഇതൊക്കെ ഡിലീറ്റ് ആക്കി നമ്മളിത് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇസ് ഈക്വൽ ടു എന്ന് എഴുതി നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ആകെ കുട്ടികളുടെ എണ്ണം എന്നും പറഞ്ഞ് മലയാളക്കാർ എഴുതുക കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇസ് ഈക്വൽ ടു ആകെ കുട്ടികളുടെ എണ്ണം സമം 580 അല്ലേ. 518 + 520 ഇസ് ഈക്വൽ ടു 580 + 520 എത്രയാണ് 0, പിന്നെ 8 + 2 10, 1 ബാലൻസ്, 5 + 5 10, 10 + 1 11 അല്ലേ. അപ്പോൾ 1100 ആണ് എന്ത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പം ടോട്ടൽ നമ്പർ ആകെ കുട്ടികളുടെ എണ്ണം സമം 580 + 520 ഇസ് ഈക്വൽ ടു 1200 അല്ലേ. അപ്പോൾ 1200 കുട്ടികളാണ് അല്ലേ. 1100 സ്റ്റുഡൻസ് ആണ് എന്ത് ആ സ്കൂളിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചാപ്റ്റർ എന്നല്ല, ഈ വർഷത്തെ 5ാം ക്ലാസ്സിലെ മൊത്തം മാത്സ് ഉള്ള പാഠഭാഗം ഇവിടെ അവസാനിച്ചു. അപ്പോൾ സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ നന്നായി പഠിക്കുക കേട്ടോ. ഇതൊക്കെ നല്ല സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. ആദ്യം ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫ് നിങ്ങൾ എന്താക്കണം, ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അതിൽ നോക്കിയിട്ട് എന്തൊക്കെയാണ് തന്നത്. ഈ സൈഡിലുള്ളത് നോക്കൂ, ഇവിടെ ഉള്ളത് ഇയേഴ്സ് ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന മൊത്തം ഇയേഴ്സിൻ്റെ അതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് കാറാണെങ്കിൽ എന്താണ്, ഇവിടെ കാറുകളുടെ എണ്ണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എന്താക്കുക, ഗ്രാഫ് നോക്കി നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്താക്കുക, ചോദ്യം നന്നായി വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ചോദ്യം എന്നിട്ട് അതിനനുസരിച്ച് ഉത്തരം എഴുതുക കേട്ടോ. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ നന്നായി പഠിക്കുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.